നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുവിധം അച്ഛനമ്മമാർ സ്ഥിരമായി കുട്ടികളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അപരാധമുണ്ട്. എന്താണത്? സുഹൃത്തുക്കളെ, KKGFന്റെ 211 എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒന്നുകിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടറായേ തീരൂ എന്ന ചിന്ത കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കൽ. ഇതിനു പിറകെ അന്തം വിട്ട് പായുമ്പോൾ മാതാപിതാക്കൾ പലതും അറിയാതെ പോകുന്നു. എന്താണെന്നോ, ഒരു കുട്ടിക്ക് സ്വന്തമായി എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ, ആ കഴിവിനെ പരിപോഷിപ്പിച്ചാൽ ഒരുപക്ഷെ ആ കുട്ടി ജീവിതത്തിൽ എന്നും സന്തുഷ്ടി അനുഭവിക്കും. കുട്ടിയുടെ പാഷനും പ്രൊഫഷനും ഒന്നായി മാറിയാൽ ആ നിമിഷം മുതൽ ജീവിത വിജയം നേടി എന്ന് കരുതാം. നല്ലപോലെ പാടുന്ന കുട്ടി സംഗീതം പ്രൊഫഷനാക്കാനുള്ള ഒത്താശകളാണ് പാരൻസ് ചെയ്തു കൊടുക്കേണ്ടത്. ചില കുട്ടികൾ നിർത്താതെ സംസാരിക്കും. എന്തും സംസാരിച്ച് അവർ ഉദ്ദേശിക്കുന്ന തലത്തിലെത്തിക്കും. ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കൂ, നല്ലൊരു വക്കീലാക്കൂ, അല്ലെങ്കിൽ നല്ലൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആക്കൂ. ചില മൾട്ടിനാഷണൽ കമ്പനികളിലെ സെയിൽസ് എക്സിക്യൂട്ടീവുകൾക്ക് കേട്ടാൽ ഞെട്ടുന്ന ശമ്പളമാണുള്ളത്. അസലായി ക്രിക്കറ്റോ ഫുട്ബോളോ അതുപോലെ മറ്റെന്തെങ്കിലും ഗെയിമോ കളിക്കുന്ന കുട്ടിയാണെങ്കിൽ പഠനത്തിനൊപ്പം അതിൻ്റെ കോച്ചിങ്ങിനാണ് വിടേണ്ടത്. നല്ലപോലെ വരയ്ക്കുന്ന കുട്ടി, നീ പടം വരച്ചുകൊണ്ടിരുന്നോ, പരീക്ഷയ്ക്ക് 0 കിട്ടാൻ പോകുന്നത്, വട്ട 0 എന്ന് പറഞ്ഞ് പരിഹസിക്കാതെ കോച്ചിങ്ങിന് വിടൂ. കുട്ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ എത്തട്ടെ. ആരും അങ്ങനെ ചിന്തിക്കാത്ത ലോകത്തിലെ ഏറ്റവും നല്ല പ്രൊഫഷനുകളിൽ ഒന്നാണ് എഴുത്ത്. എഴുതാൻ കഴിവുണ്ടെങ്കിൽ അത് തിരിച്ചറിയണം. ഒരുപാട് ബുക്കുകൾ വാങ്ങിക്കൊടുത്ത് വായിപ്പിക്കണം. പഠിക്കാൻ ഒന്നുമില്ല അല്ലേ, കഥാബുക്കും വായിച്ചുകൊണ്ടിരുന്നോ എന്ന് പറയാതെ ഇന്ന് നീ എന്താ എഴുതിയേ എന്ന് ചോദിക്കൂ. കുട്ടിയുടെ ഭാവന ചിറകു വിടർത്താൻ നിങ്ങൾ കാരണമാകട്ടെ. നല്ലൊരു കഥാകൃത്തായി അതിലൊരു ബുക്ക് വേൾഡ് ബെസ്റ്റ് സെല്ലർ കൂടി ആയാലുള്ള അവസ്ഥ അറിയാമോ? ഊഹിക്കുന്നതിലും എത്രയോ വലുതാണ്. 200 മില്യണിൽ കൂടുതൽ വിറ്റുപോയ ബുക്കുകൾ വരെ ചരിത്രത്തിലുണ്ട്. ഒരു ബുക്ക് ആരെങ്കിലും വാങ്ങുമ്പോൾ ചെറിയൊരു തുക റോയൽറ്റി കിട്ടിയാൽ പോലും അതിൻ്റെ എത്രയോ മില്യൺ ഇരട്ടി വരുമാനം അത് എഴുതിയ ആൾക്ക് കിട്ടും. പിന്നെയോ മറ്റാർക്കും കിട്ടാത്ത കുറേ അംഗീകാരങ്ങളും. ലോകോത്തര സർവകലാശാലകൾ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് നൽകി വരുത്തി പ്രഭാഷണം ചെയ്യിക്കും. അതിന് തുക വേറെ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഐക്യരാഷ്ട്രസഭയിൽ പ്രഭാഷണം നടത്തുന്ന ഒരു കുട്ടിയെ സങ്കല്പിച്ചു നോക്കൂ. ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഏത് എഞ്ചിനീയറുടെയോ ഡോക്ടറുടെയോ മാതാപിതാക്കളെക്കാൾ അഭിമാനം തോന്നും. എല്ലാം കഴിഞ്ഞ് മരിച്ചാലോ ഇവർക്ക് മരണമില്ല. ഇവരുടെ പ്രഭാഷണങ്ങളിലൂടെയും ബുക്കുകളിലൂടെയും അവർ ജീവിക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്വന്തം മക്കളുടെ കാര്യത്തിൽ ഈ മേഖലയിൽ അബദ്ധം പറ്റിയവർ കൊച്ചുമക്കളുടെ കാര്യത്തിലെങ്കിലും ശരി ചെയ്യാൻ ഒരു ശ്രമം നടത്തണേ. ബൈ ഫ്രം KKG.